നമസ്കാരം. വിഘ്നേശ്വര ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ഞാൻ രാജേഷ് കുമാർ. ഇന്നിവിടെ പറയാൻ പോകുന്നത് പരീക്ഷാ വിജയത്തിനുള്ള വഴിപാടുകൾ, അതിനെക്കുറിച്ചിട്ടാണ് പറയുന്നത്. കാരണം നമ്മുടെയൊക്കെ കുട്ടികൾക്കിപ്പോൾ പരീക്ഷയൊക്കെ അടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ആ പരീക്ഷകളൊക്കെ നല്ല രീതിയിൽ വിജയം വരിക്കുവാൻ നമ്മൾ പൊതുവായ ചില വഴിപാടുകൾ നടത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് പരീക്ഷയ്ക്കൊക്കെ വളരെയധികം ഗുണം ചെയ്യുന്നതാണ്. അപ്പോൾ പരീക്ഷയുടെ ആദ്യത്തെ ദിവസം തന്നെ അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ പോവുക. ക്ഷേത്രങ്ങളിൽ പോയി ഗണപതി ഹോമം കഴിപ്പിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ക്ഷേത്രത്തിൽ പോയി വിഘ്നേശ്വരനെ ഒന്ന് പ്രാർത്ഥിക്കുക. പിന്നെ അതേണക്ക് തന്നെ കുടുംബദൈവത്തെ, ധർമ്മദൈവത്തെയൊക്കെ നമ്മൾ ക്ഷേത്രത്തിൽ പോയി വിളക്ക് കത്തിച്ച് തൊഴുത് പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് നമ്മൾ ഈ കുടുംബക്ഷേത്രത്തിൽ പോയിരിക്കണം. കാരണം SSLC ഒക്കെ എഴുതുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ദൈവാധീനമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ നല്ല രീതിയിൽ മുൻപന്തിയിൽ ചെല്ലാൻ പറ്റത്തുള്ളൂ വിദ്യാഭ്യാസം. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. അതേ കണക്ക് തന്നെ സർപ്പക്കാവിൽ പോവുക, മഞ്ഞപ്പൊടി കൊടുക്കുക, അല്ലെങ്കിൽ വിളക്കെത്തിച്ച് പ്രാർത്ഥിക്കുക. പിന്നെ അതേ കണക്ക് തന്നെ പരീക്ഷയുടെ തലേ ദിവസം തീർച്ചയായിട്ടും നമ്മുടെ ക്ഷേത്രത്തിൽ പോയി നമ്മൾ മാലയോ അതല്ലെങ്കിൽ പായസം അല്ലെങ്കിൽ പുഷ്പാഞ്ജലിയൊക്കെ കഴിപ്പിക്കുക. പിന്നെ ദക്ഷിണാമൂർത്തി ഭാവത്തിലുള്ള ശിവക്ഷേത്രത്തിൽ പോവുക. പരീക്ഷാകാലം കഴിയുന്നതുവരെയെങ്കിലും നിങ്ങൾ ഒരു നെയ്വിളക്ക് തെളിയിച്ചു കഴിഞ്ഞാൽ ശിവക്ഷേത്രത്തിൽ തീർച്ചയായിട്ടും അതിൻ്റെ മാറ്റങ്ങൾ വരുന്നതാണ്. ഏത് പഠിക്കാത്ത കുട്ടിയാണെങ്കിൽ പോലും നല്ല രീതിയിൽ പഠിക്കുന്നതാണ്. നമുക്ക് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത്, പഞ്ചാമൃതാഭിഷേകം ചെയ്യുന്നത്, അതേ കണക്ക് ഭസ്മാഭിഷേകം, പാലഭിഷേകം, അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല നേട്ടങ്ങളാണ്. വിദ്യാവർത്തകമായ സൂക്തങ്ങളാലൊക്കെ നമ്മൾ പുഷ്പാഞ്ജലിയൊക്കെ ഒന്ന് കഴിപ്പിച്ചു നോക്കുക. തീർച്ചയായിട്ടും ആ ഒരു മാറ്റം ഒന്ന് കാണണം. പിന്നെ അതേ കണക്ക് തന്നെ ഈ പരീക്ഷാകാലത്ത് മത്സ്യമാംസാദികളൊന്നും അതേ കണക്ക് തന്നെ അമിതമായിട്ട് ഭക്ഷണം കഴിക്കാതിരിക്കുക. അതേ കണക്ക് ദുശ്ചിന്തകളൊക്കെ ഒന്ന് ഒഴിവാക്കി നമ്മുടെ മനസ്സും ശരീരവും അതൊക്കെ ഒന്ന് ശുദ്ധിയാക്കി വയ്ക്കുക. കാരണം നമ്മൾ കള്ളമൊന്നും പറയാൻ പാടില്ല, സത്യം മാത്രം. അതേ രീതിയിൽ ഒരു വ്രതത്തിൻ്റെ കണക്ക് തന്നെ നമ്മൾ എക്സാം സമയത്തൊന്ന് നോക്കുക. തീർച്ചയായിട്ടും അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങൾ വരുന്നതാണ്. കാരണം വിദ്യയുടെ അധിഷ്ഠാന ദേവതയാണ് സരസ്വതി. അപ്പോൾ വിദ്യയിൽ വിജയം ആഗ്രഹിക്കുന്നവർ ഞാനീ പറഞ്ഞ നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പിന്നെ അതേ കണക്ക് തന്നെ അതിരാവിലെ എണീക്കണം. അതിരാവിലെ എണീറ്റ് സരസ്വതി ദേവിയൊക്കെ നിത്യം ഒന്ന് ഭജിക്കുന്നതൊക്കെ നല്ലതാണ്. പിന്നെ അതേ കണക്ക് പറ്റുന്നുണ്ടെങ്കിൽ പ്രാർത്ഥനാ ശ്ലോകം ചൊല്ലുക. പ്രാർത്ഥനാ ശ്ലോകം എന്ന് പറയുമ്പോൾ സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണീം വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഇതൊക്കെ ഒന്ന് പ്രാർത്ഥനാ ശ്ലോകം ഒന്ന് ചൊല്ലിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ മാറ്റങ്ങൾ വരും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഗുരുവായൂരപ്പനെ പ്രാർത്ഥിക്കുക, ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തുക. അതൊക്കെ നല്ല ഇതാണ്. കാരണം വിദ്യാകാരകമായിട്ടുള്ള ഒരു ഗ്രഹമാണ് ഈ പറയുന്ന ബുധൻ. അപ്പോൾ ബുധൻ്റെ ആ ഒരു അതിദേവം കൂടിയിട്ടാണ് ശ്രീകൃഷ്ണ ഭഗവാൻ. അപ്പോൾ അതൊക്കെ ചൊല്ലിക്കഴിഞ്ഞാലും അതേണക്ക് തന്നെ ദേവകീ സുത ഗോവിന്ദ വാസുദേവ ജഗൽപദേ ദേഹിമേ ശരണം കൃഷ്ണ ത്വാമഹം ശരണം ഗദാ. ഇതൊക്കെ ഒന്ന് ഈ പ്രാർത്ഥന മന്ത്രങ്ങളൊക്കെ ഒന്ന് ചൊല്ലിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല മാറ്റങ്ങൾ വരും. അതേണക്ക് തന്നെ ഇപ്പോൾ നെയ്യ്, ഇപ്പോൾ സാരസ്വത സുക്തമൊക്കെ ജപിച്ചിട്ട് നമ്മൾ ഈ സിദ്ധി വരുത്തിയ ആ പശുവിൻ്റെ ആ നെയ്യൊക്കെ നമ്മളൊന്ന് സേവിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പഠിക്കുവാനുള്ള നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയൊക്കെ കിട്ടുന്നതാണ്. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ തന്നെ പഠിച്ചതൊന്നും ഒരു കാരണവശാലും മറക്കത്തില്ല. അതിനൊക്കെ പരീക്ഷയ്ക്കൊക്കെ പുറപ്പെടുമ്പോൾ നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെയും മുതിർന്നവരുടെയൊക്കെ ഗുരുക്കന്മാരുടെയൊക്കെ അനുഗ്രഹങ്ങളൊക്കെ ഒന്ന് മേടിക്കണം. കാരണം 10ാം ക്ലാസ്സൊക്കെ തീർച്ചയായിട്ടും നിങ്ങളിങ്ങനെ അനുഗ്രഹങ്ങളൊക്കെ ഒന്ന് മേടിച്ച് പോയി നോക്ക്. തീർച്ചയായിട്ടും നാം പാതി ദൈവം പാതി എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. നമ്മൾ പഠിക്കാത്ത ഒരു ക്വസ്റ്റ്യൻസ് ആൻസർ ആണെങ്കിൽ പോലും നമ്മൾ അവിടെ ഇരിക്കുമ്പോൾ നമുക്കത് ഭഗവാൻ എങ്ങനെയെങ്കിലുമൊക്കെ അത് നമുക്കത് സ്വായത്തമാക്കി തരും. അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും ഗുരുക്കന്മാരെയൊക്കെ നല്ല രീതിയിൽ വണങ്ങണം. അതിനൊക്കെ അവർ അനുഗ്രഹങ്ങൾ മേടിക്കുക. പിന്നെ ഈ പരീക്ഷ സമയമാകുമ്പോൾ തീർച്ചയായിട്ടും ചില നമ്മുടേതായിട്ടുള്ള അല്ലെങ്കിൽ അച്ഛനും അമ്മയൊക്കെ പറയും, എടാ ഇനി പരീക്ഷയൊക്കെയാണ്, അതുകൊണ്ടൊരു കാര്യം ചെയ്യുക, നിങ്ങളെന്ത് ചെയ്യുക, സന്ധ്യാനാമമൊക്കെ ഒന്ന് മാറ്റി കൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ അതിനകത്ത് ശ്രദ്ധിക്കുക എന്നത്. നിങ്ങൾ തീർച്ചയായിട്ടും ഈ പഠനത്തോടൊപ്പം തന്നെ നിങ്ങളെന്ത് ചെയ്യണം, ഈ നാമം ചൊല്ലുന്നവർ അതൊന്ന് മാറ്റി വയ്ക്കരുത്. അത് കറക്റ്റായിട്ട് അതൊക്കെ വിപരീത ഫലങ്ങളാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ സന്ധ്യാനാമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ജപങ്ങളോ കാര്യങ്ങളോ ഒന്നും മുടക്കരുത്. പരീക്ഷയുടെ കാര്യം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇന്ന രീതിയിലൊക്കെ നല്ല രീതിയിൽ പഠിച്ച്
നമ്മുടേതായിട്ടുള്ള ദൈവപ്രീതിയും വരുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് വിജയം വരിക്കുവാൻ സാധിക്കുന്നതാണ്. ഇപ്പം അങ്ങനെയുള്ള കമ്പയറോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വഴിപാടുകളൊക്കെ നടത്തുകയും നമ്മുടെ ഈ പറയുന്ന ഈ പ്രാർത്ഥനാ ശ്ലോകമൊക്കെ ഒന്ന് ചൊല്ലിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യാം, നമുക്ക് ഈ പറയുന്ന നല്ലൊരു എപ്പോഴും നല്ല ഉന്മേഷത്തോടു കൂടി നമുക്ക് പഠിക്കുവാനും എല്ലാം സാധിക്കുന്നതാണ്. അതുകൊണ്ട് കഴിവതും ഈ പകൽ ഉറങ്ങരുത്. SSLC ആവുന്ന കുട്ടികൾ തീർച്ചയായിട്ടും പകൽ ഉറങ്ങുകയേ ചെയ്യരുത്. അവർ അതിരാവിലെ എണീക്കുക, രാത്രി നേരത്തെ കിടന്നുറങ്ങിക്കഴിഞ്ഞാലും അതിരാവിലെ എണീറ്റ് പഠിക്കണം. അപ്പോൾ പഠിച്ചു കഴിയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനായിട്ടുള്ള നല്ലൊരു വിജയമന്ത്രം തന്നെയാണ് നിങ്ങൾ രാവിലെ എണീറ്റ് പഠിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പരീക്ഷാ വിജയത്തിനുള്ള വഴിപാടുകളെക്കുറിച്ച് പറയുവാനുള്ളത്. അപ്പോൾ ഇന്ന രീതികളൊക്കെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ലൊരു മാറ്റം വരും. നന്ദി, നമസ്കാരം.